you can apply railway application through railway website. So I will give you the details. All details ആയിട്ട് പറയാം. നിങ്ങൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. Please watch before at the end. Okay. So first we can see the age group. So what are the age criteria? So the general candidates, nursing superintendent post, like nursing staff nurse post, 20 to 40 age criteria. So 43 വയസ്സ് കഴിഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 ശേഷം ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ OBC ആണെങ്കിൽ 2/1/1979 ശേഷം ജനിച്ചവർക്കാണ്. And if you are a category belong to SC/ST, you have to your birth will be after 1977. അപ്പൊ നിങ്ങൾക്ക് ഇത് ബർത്തിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. കാരണം 82 മുന്നേ ജനിച്ച അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ആ രീതിയിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പോസ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ട് പോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റാഫ് നഴ്സിംഗ് ഓഫീസർ നമ്മൾ പറയും. പക്ഷെ റെയിൽവേയിൽ നഴ്സിംഗ് സൂപ്രണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് today onwards, 17/8/2024 to 16/9/2024. So ഈ ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. If you have any modification, correction, you have to correct between the date 17/9/2024 to 26/9/2024. Okay, ഇപ്പൊ ഏജ് ലിമിറ്റ് ഞാൻ ഒന്നും കൂടെ പറയാം. നഴ്സിംഗ് സൂപ്രണ്ട് 20 തൊട്ട് 43 വയസ്സ് വരെയാണ്. അപ്പൊ അതിന് മുന്നേ ജനിച്ച ഞാനിപ്പോ അതിന് മുന്നേ ജനിച്ച ആൾക്കാരാണ്. അപ്പൊ എനിക്കൊന്നും അപേക്ഷിക്കാൻ പറ്റത്തില്ല. 713 പോസ്റ്റ് ഉണ്ട്. സോ ആഫ്റ്റർ 82 January, if your date of birth is after January 82, you can apply. Okay, so I will tell you in detail how to apply. So the link will be given in the description box. You have to check check that. Okay. സോ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വരും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് വരും. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇഫ് യു ആർ ന്യൂ ടു ദ അപ്ലൈ, ഇഫ് യു ആർ ഗോയിങ് ടു അപ്ലൈ ന്യൂ railway recruitment board exam, you have to click here, apply and create an account. You have to create an account. So നിങ്ങൾ ഓൾറെഡി അപേക്ഷിച്ചവർക്കാണെങ്കിൽ ഇത് ആവശ്യമില്ല. ഇൻസ്പെക്ടർ പോസ്റ്റ്, കോൺസ്റ്റബിൾ പോസ്റ്റ്, എഞ്ചിനീയർ പോസ്റ്റ്, ടെക്നീഷ്യൻ പോസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ യു ഹാവ് ടു ക്ലിക്ക് ഹിയർ. ആൻഡ് നാഷണാലിറ്റി, ഇവിടെ നിങ്ങൾ ഇന്ത്യ അല്ലെങ്കിൽ നേപ്പാൾ അല്ലെങ്കിൽ ഭൂട്ടാൻ ഒക്കെ അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ ഫുൾ നെയിം നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇവിടെ റീടൈപ്പ് ചെയ്യുക ഫുൾ നെയിം. നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും എഴുതുക. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ ജെൻഡർ എൻ്റർ ചെയ്യുക. ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്യുക. മദേഴ്സ് നെയിം എൻ്റർ ചെയ്യുക. ആധാർ കാർഡ് വെരിഫിക്കേഷൻ എൻ്റർ ചെയ്യുക. ഇമെയിൽ അഡ്രസ് OTP വരും, അത് എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ ഇല്ലെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്യുക. ഇത്രയൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു പാസ്വേഡും യൂസർ ഐഡിയും കിട്ടും. അപ്പൊ മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വെള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ. ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കും. ഇപ്പൊ എനിക്ക് അതിലേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം എനിക്കിത് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അല്ല, ഞാൻ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരായിരുന്നു. ആധാർ വെരിഫൈ ചെയ്യണം. അതിനുശേഷം ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അതർ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യണം. അപ്ലോഡ് പ്രൊഫൈൽ ഡോക്യുമെന്റ്സ്. അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ എൻ്റർ ചെയ്യണം. പിന്നെ ഫൈനലി എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ വേണം. ഫോട്ടോയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 24 പിക്സലിന് കുറവ് വേണം, അല്ലെങ്കിൽ 30 KB-യും 70 KB-ക്കും ഇടയിലാണ് നിങ്ങളുടെ ഫോട്ടോ വേണ്ടത്. ഏതൊക്കെയാണ്? 30 KB-ക്കും 70 KB-ക്കും ഇടയിലാണ്. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ ആണെങ്കിലും 30 KB-യുടെയും 70 KB-യുടെയും ഇടയിലാണ്. ബിറ്റ്വീൻ ദ
30 KB and 70 KB. അപ്പോൾ ഇത് അപേക്ഷിക്കുക, ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങൾക്ക് RRB എക്സാമിന് വേണ്ടി if you are trying for the RRB exam, so in my side I will give you the classes. For that you can contact me in number given below description box. നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് മറ്റു കൂട്ടുകാരിലേക്ക് you have to share to your other friends, because this is a very good job and you will get all benefits. So I think if you are joining in NerdScreen app, you will get all classes including arithmetic, reasoning, GK and science. So thank you for watching. All the best. Stay safe.